നമസ്കാരം. ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ നൽകുന്ന സംരക്ഷണത്തിൽ ഇന്ത്യക്കുള്ള അതിർത്തി അടിവരയിട്ടുകൊണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 10-ാം തീയതി യുദ്ധം നിർത്തിവച്ചത് ഒരേ ഒരു കാരണത്താലാണ്. 10-ാം തീയതി രാവിലെ ഞങ്ങൾ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് പ്രവർത്തനരഹിതമാക്കി. അമേരിക്കൻ വാർത്താ വെബ്സൈറ്റായ പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീഷണി ഇല്ലാതാക്കാൻ ആവശ്യമെങ്കിൽ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അവർ എവിടെയാണ് എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അവർ പാകിസ്ഥാനിൽ ആഴത്തിൽ കടന്നാൽ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. പാകിസ്ഥാനിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത്. തീവ്രവാദത്തെ അതിന്റെ വേരുകളിൽ നിന്നും നേരിടാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ചും അതിന്റെ ശക്തമായ സന്ദേശമാണ് ജയശങ്കർ നൽകിയത്. രാഷ്ട്രീയ നയത്തിന്റെ ഒരു ഉപകരണമായി ഭീകരതയെ ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ അമിതമായി മുഴുകിയിരിക്കുന്ന ഒരു രാജ്യമാണ്. അതാണ് മുഴുവൻ പ്രശ്നവും. അതോടൊപ്പം തന്നെ ബ്രസീൽ സന്ദർശനത്തിനിടെ അദ്ദേഹം പൊളിറ്റിക്കോയോട് പറഞ്ഞതും ഇക്കാര്യമാണ്. ഒരു രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കീലെത്തിച്ച സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭീകരതയോടുള്ള പ്രതിബദ്ധതയെ സംഘർഷത്തിന്റെ ഉറവിടമെന്ന് ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സംഘർഷമാണ്. അങ്ങനെയാണ് ജയശങ്കർ മറുപടി നൽകിയത്. പാകിസ്ഥാന്റെ മറുപടി കൃത്യമായി പാകിസ്ഥാന്റെ കുറുക്കിക്കൊള്ളുന്ന തരത്തിലായിരുന്നു ജയശങ്കർ പറഞ്ഞത്. പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിൽ ഭീകരാക്രമണം നടത്തിയാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നശിപ്പിച്ച് ഭസ്മമാക്കുന്ന തരത്തിലേക്കായിരിക്കും ഇന്ത്യയുടെ നടപടി ഇനി ഉണ്ടാകാൻ പോകുന്നത്. ബ്രസീലിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ നിശ്ചിതമായി തന്നെ വിമർശിച്ചു. കാരണം പാകിസ്ഥാനെ ടെററിസ്ഥാൻ എന്ന് മുദ്രകുത്തിയ മന്ത്രി അന്താരാഷ്ട്ര സമൂഹം തീവ്രവാദത്തോടും ആണവ ബ്ലാക്ക്മെയിലിനോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ നയ ഉന്നത പ്രതിനിധി കാജ കലാസുമായി സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ നിലവിലെ സാഹചര്യത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായി കാണരുതെന്നും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പ്രതികരണമായി കാണണമെന്നുമാണ് ജയശങ്കർ പറഞ്ഞത്. ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല. ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദ ഭീഷണിക്കും പ്രയോഗത്തിനുമുള്ള പ്രതികരണമാണ്. അതിനാൽ ഇതിനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് കരുതരുത്, മറിച്ച് ഇന്ത്യ ടെററിസ്ഥാൻ എന്ന് കരുതാനുള്ള ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നുവെന്നാണ് ജയശങ്കർ പറഞ്ഞത്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാന്റെ സ്വഭാവം എന്ത് എന്ന് വിളിച്ചു പറയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി സംഘം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷം നരേന്ദ്രമോദി തന്നെ അതിവിദഗ്ധമായ എംപിമാര് അടങ്ങുന്ന ഒരു സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. ഇതേപോലെ പാകിസ്ഥാനും ഇന്ത്യ ചെയ്യുന്ന അതേപോലെ പകർത്താനായിട്ട് ഒരു ബിലാവൽ ഭൂട്ടോയുടെ അടക്കമുള്ള സംഘങ്ങളുമായി UAE-യിലും അമേരിക്കയിലുമൊക്കെ പോയെങ്കിലും അവിടെ പാകിസ്ഥാൻ അടിതെറ്റുന്നതായിരുന്ന രീതിയാണ് കണ്ടത്. അതായത് കൂടുതലായി പാകിസ്ഥാന്റെ മുഖം ഒരു വികൃതമാകുന്ന രീതിയിൽ പാകിസ്ഥാൻ എംപിമാർ തന്നെ നമ്മൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലും പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക തന്നെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലടക്കം പാകിസ്ഥാൻ തകർന്നു വീഴുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.